ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 13-ാമത്തെ പാഠമാണ് കേട്ടോ. 12 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എന്നാലും 13-ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണ്? തുമ്പി വിമാനങ്ങൾ. മക്കൾ തുമ്പിയെ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ. തുമ്പികൾ എവിടെ ഉണ്ടാവുക? നല്ല പൂക്കളൊക്കെ ഉള്ള സ്ഥലത്താണ് തുമ്പികൾ ഉണ്ടാവുക. ഇവിടെ കുറച്ച് തുമ്പികളുടെ കഥയാണ് കേട്ടോ. ഇതിൽ 2-3 തരം തുമ്പികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മക്കൾ ചുവന്ന കളറിലുള്ള ഒരു തുമ്പിയെ കണ്ടോ? ആ തുമ്പിയുടെ പേരാണ് സൂചിത്തുമ്പി കേട്ടോ. സൂചിത്തുമ്പി പറന്നു വന്നു. അതിൻ്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരിക്കുന്നു. കാലുകളിലേക്ക് നോക്കിക്കേ, ഒരു കൊതുകുണ്ടല്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സൂചിത്തുമ്പി കൊതുകിനെയും കാലിൽ ഇറുക്കി കൊണ്ട് പറന്ന് വരികയാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? തുമ്പിയുടെ ഭക്ഷണമാണ് എന്ത്? കൊതുക് അല്ലേ. കുളക്കരയിലെ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി. കണ്ടോ, ഇലത്താവളം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലത്തിനാണ് കേട്ടോ താവളം എന്ന് പറയുക. അപ്പോൾ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി അവിടെ പറന്നിറങ്ങി. എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഒരു ശബ്ദം, ഡ്രും ഡ്രും ഡ്രും. അതാ മറ്റൊരു തുമ്പി വിമാനം അല്ലേ. അപ്പോൾ സൂചിത്തുമ്പി അല്ലാതെ മറ്റൊരു തുമ്പി കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആരാണത്? കല്ലൻ തുമ്പിയാണ് വരുന്നത്. മഞ്ഞ നിറത്തിലുള്ള ഈ തുമ്പിയുടെ പേരാണ് കല്ലൻ തുമ്പി. സൂചിത്തുമ്പിയുടെ താവളത്തിനടുത്തുകൂടെ പറന്നു പോകുന്ന കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടിയിട്ട് എന്ത് സംഭവിച്ചു? സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചുപോയി. മക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരാൾ വന്ന് ആ ഭക്ഷണം തട്ടിയിട്ടാൽ മക്കൾക്ക് എന്തോരം ദേഷ്യം ഉണ്ടാവും. വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവൂലേ. അതുപോലെ തന്നെ സൂചിത്തുമ്പിക്കും വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഉത്സാഹത്തോടെ കൊതുകിനെ തിന്നാൻ തുടങ്ങിയതാണല്ലേ. അങ്ങനെ സൂചിത്തുമ്പി എന്താ പറയുന്നത്? എൻ്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ. സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു. അത് ഫോൺ എടുത്തു വിളിച്ചു. ആരെയാ വിളിച്ചത്? ഹലോ കടുവത്തുമ്പിയല്ലേ, സഹായിക്കണം. അപ്പോൾ കടുവത്തുമ്പിയെയാണ് നമ്മുടെ കല്ലൻ തുമ്പിയെ ഉപദ്രവിക്കാനായിട്ട് സൂചിത്തുമ്പി വിളിച്ചു വരുത്തുന്നത്. എന്തുകൊണ്ടാ മക്കളെ ആ തുമ്പിക്ക് കടുവത്തുമ്പി എന്ന് പേര് വന്നത്? കടുവയെ പോലെയാണ് അതിൻ്റെ നിറം അല്ലേ. കറുപ്പും മഞ്ഞയുമായിട്ടുള്ള നിറമാണ്. മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു. ഡ്രും 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 ഡ്രും. കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. അപ്പം മുന്നിൽ ആരാണ്? കല്ലൻ തുമ്പിയാണല്ലേ. കല്ലൻ തുമ്പിയുടെ പിറകിൽ കടുവത്തുമ്പിയുടെ പിറകിൽ സൂചിത്തുമ്പിയാണ്. അപ്പോൾ കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. ഡ്രും 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 ഡ്രും. സൂചിത്തുമ്പിയും പിറകെ പോയി. ഡ്രും 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 ഡ്രും. അങ്ങനെ കല്ലൻ തുമ്പിയെ പിടിക്കാൻ ചെന്ന കടുവത്തുമ്പിക്ക് പണി കിട്ടി. എന്താ കിട്ടിയത് നോക്കാം. പറന്നു ചെന്ന കടുവത്തുമ്പി വടിവാലുകൊണ്ട് ഒറ്റയടി. ആരെയാ അടിച്ചത്? കല്ലൻ തുമ്പിയെയാണ് അടിച്ചത്. പക്ഷേ കല്ലൻ തുമ്പി ഒഴിഞ്ഞു പാറി. ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി വടിവാൽ ഒടിഞ്ഞു തൂങ്ങി. നമ്മുടെ പാവം കടുവത്തുമ്പിയുടെ വാല് ഊഞ്ഞാൽ വള്ളിയിൽ തട്ടിയിട്ട് ഒടിഞ്ഞു തൂങ്ങി അല്ലേ. കല്ലൻ തുമ്പിയെ അടിക്കാൻ ചെന്നതാണ് വാലുകൊണ്ട്. പക്ഷേ വാല് മുറിഞ്ഞു പോയി അല്ലേ. മുറിഞ്ഞിട്ടില്ല, ഒടിഞ്ഞു പോയി. അങ്ങനെ കടുവത്തുമ്പി എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി കുളക്കരയിലൂടെ പോകുകയാണ്. കണ്ടോ കടുവത്തുമ്പിയുടെ വാലിൽ പ്ലാസ്റ്റർ ഇട്ടത്? അപ്പോൾ പ്ലാസ്റ്റർ ഇട്ട വാലൊക്കെ ആയിട്ട് കടുവത്തുമ്പി പാവം പറന്ന് പോവുകയാണല്ലേ. ആ സമയത്ത് സൂചിത്തുമ്പിയൊക്കെ എങ്ങോട്ടോ പോയിട്ടോ. സൂചിത്തുമ്പി രക്ഷിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ കടുവത്തുമ്പി ഇങ്ങനെ കുളക്കരയിലൂടെ പോകുന്ന സമയത്ത് താഴെ വല്ലാത്തൊരു ഇളക്കം. അപ്പോൾ കുളത്തിലൊരിളക്കം. മത്സ്യങ്ങളാണോ? കടുവത്തുമ്പി നോക്കുക. മത്സ്യങ്ങളാണോ? അല്ലല്ലോ. അതാ വെള്ളത്തിൽ കുറേ കൊതുക് തീനിത്തുമ്പികൾ. അപ്പോൾ കൊതുകിനെ കഴിക്കുന്ന തുമ്പികളെയാണ് നമ്മൾ എന്ത് പറയുക? കൊതുക് തീനിത്തുമ്പികൾ എന്ന് പറയുക. അപ്പോൾ കടുവ നോക്കുമ്പോൾ
കൊതുകുതീനി തുമ്പികളാണല്ലോ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരാ അത്? സൂചിത്തുമ്പിയും മക്കളുമാണ്. അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കൂത്താടികൾ എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ കൂത്താടികൾ എന്ന് പറയുക. അപ്പോൾ സൂചിത്തുമ്പിയും മക്കളും എന്താണ്? കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറയാണ് സോറി. സോറി എന്ന് പറയുകയാണല്ലേ. കടുവത്തുമ്പിയെ കണ്ടപ്പോഴാണ് സൂചിത്തുമ്പിക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ മുൻപ് എന്താണ്? സൂചിത്തുമ്പിയാണ് കടുവത്തുമ്പിയെ സഹായത്തിന് വിളിച്ചത്. പക്ഷേ കടുവത്തുമ്പിക്ക് ഒരു അപകടം പറ്റിയപ്പോൾ സൂചിത്തുമ്പി അതൊക്കെ മറന്നു അല്ലേ. ഒരു കൊതുക് പോയാൽ എന്താ, ഒരുപാട് കൊതുകുകളുണ്ട് ഈ കുളത്തിൽ. അതിനെ മത്സരിച്ച് തിന്നുകയാണ് സൂചിത്തുമ്പിയും മക്കളും. അപ്പോൾ മക്കൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ഒരു ആപത്തിൽ സഹായിക്കാൻ വരുന്നവരാണല്ലേ നമ്മുടെ കൂട്ടുകാർ. പിന്നെ തുമ്പിയെക്കുറിച്ച് 3 തുമ്പികളുടെ കാര്യമാണ് ഈ കഥയിൽ പറയുന്നത്. സൂചിത്തുമ്പി, കല്ലൻ തുമ്പി, കടുവത്തുമ്പി. പിന്നെയോ തുമ്പിയുടെ ആഹാരമാണെന്ത്? കൊതുകുകൾ. പിന്നെ തുമ്പിയുടെ ചിറക് കണ്ടോ? ഗ്ലാസ് പോലെ ആയിരിക്കില്ലേ, നേർത്ത ഗ്ലാസ് പോലെ. ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ മറ്റേ പുറം കാണുന്ന പോലെയുള്ള നേരിയ തൂവലുകളായിരിക്കും എന്ത് തുമ്പിക്ക് ഉണ്ടാവുക. പിന്നെ തുമ്പിയുടെ പ്രത്യേകത എന്താണ്? തുമ്പി ഒരു ഷഡ്പദമാണ്. ഷഡ്പദം എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്പിക്ക് 6 കാലുകളുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചിത്രങ്ങൾ തന്ന് നോക്കിക്കേ. ഈ 2 രംഗങ്ങൾ ചേർത്ത് കഥ പറയാമോ എന്ന്. 2 രംഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കടുവത്തുമ്പി വാലൊടിഞ്ഞ് ഒരു ഇലയിൽ വന്ന് വീണ് കിടക്കുന്നു അല്ലേ. അപ്പോൾ ആരുണ്ട് അവിടെ? ഒരു കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശിയിട്ട് താഴെ ഉറുമ്പുകൾ പിന്നെ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കടുവത്തുമ്പി ഒരു ഇലയിൽ വീണു. അതിൻ്റെ നിലവിളി ആരും കേട്ടില്ല. കടുവത്തുമ്പിയുടെ വീഴ്ച താഴെ നിന്ന ഉറുമ്പുകൾ കണ്ടു. ആ കാഴ്ച കണ്ട അവർ പറഞ്ഞത് എന്തായിരിക്കും? ഒരു ഉറുമ്പ് പറയാണ് അയ്യോ അതൊരു തുമ്പിയല്ലേ അല്ലേ. മറ്റേ ഉറുമ്പ് എല്ലാവരും പിടിച്ചോളൂ എന്ന് പറയാണ്. അപ്പം നമുക്ക് ഈ കഥ എഴുതാം. കഥയിൽ ആരൊക്കെ വേണം? കടുവത്തുമ്പി വേണം, കാറ്റ് വേണം, ഉറുമ്പുകൾ വേണം. അവർ 3 പേരും നിർബന്ധമായിട്ടും വേണം. അപ്പം നമുക്ക് കഥ എഴുതാം. കടുവത്തുമ്പിയുടെ വടിവാലൊടിഞ്ഞു. അതൊരു ഇലയിലേക്ക് വീണു. വേദന കൊണ്ട് കടുവത്തുമ്പി നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി ആരും കേട്ടില്ല. പെട്ടെന്നാണ് ഒരു കാറ്റ് വീശിയത്. കാറ്റ് കൊണ്ട് കടുവത്തുമ്പി ഇലയിൽ നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. കൂട്ടുകാരോടൊപ്പം കഥ പറഞ്ഞിരിക്കുന്ന മണിയൻ ഉറുമ്പ് ഇത് കണ്ടു. അവൻ പറഞ്ഞു അയ്യോ അതൊരു തുമ്പിയല്ലേ, എല്ലാവരും പിടിച്ചോളൂ എന്ന്. താഴേക്ക് വീണ തുമ്പിയെ ഉറുമ്പുകൾ പിടിച്ചു. എന്നിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. ഉറുമ്പിൻ്റെ വാല് പ്ലാസ്റ്റർ ഇട്ടു. കടുവത്തുമ്പി ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഈ കഥ മക്കൾക്ക് ഇഷ്ടമായോ? ഇനി മക്കൾക്ക് മക്കളുടെ ഭാവനയിൽ തോന്നുന്ന കഥ എഴുതാട്ടോ. അടുത്ത പ്രവർത്തനം എന്താണ്? ഓന്ത് മുട്ടയിടുമോ? ഇവിടെ ആദിദേവ് എഴുതിയ ഒരു ഡയറി നമുക്ക് കാണാം അല്ലേ. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഡേറ്റും ദിവസവും എഴുതിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴി ഉണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത്. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറേ മുട്ട. പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. ഇതാണ് ആദിദേവ് എഴുതിയ ഡയറി. ഇതുപോലെ മക്കൾക്കും ഒരു ഡയറി വേണം. എന്തിനെക്കുറിച്ചാണ്? എൻ്റെ ഡയറി. ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതൂ. ആദ്യം ഡയറി എഴുതുമ്പം നിങ്ങൾ ഡേറ്റും ദിവസവും എഴുതുക. എന്നിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഇന്ന് എനിക്ക് അച്ഛൻ 4 മത്സ്യങ്ങളെ വാങ്ങിക്കൊണ്ടു തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ അവയെ തന്നെ കുറേ സമയം നോക്കി നിന്നു. ഞാൻ വെള്ളത്തിൽ തൊടുന്ന സമയത്ത് മത്സ്യങ്ങളെല്ലാം പെട്ടെന്ന് മാറുന്നു. അവയ്ക്ക് തോണിയുടെ ആകൃതിയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ അതിൽ മഞ്ഞ നിറത്തിലുള്ള കുറച്ച് മുട്ടകൾ കണ്ടു. മീനുകൾ വാലിളക്കിക്കൊണ്ടേയിരിക്കുന്നു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മുട്ടകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മീനുകൾ വാലിളക്കുന്നതെന്ന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മുട്ടകൾ വിരിയുമെന്നും. ഇനി ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. അടുത്ത പ്രവർത്തനം എന്താണ്? ചെറുജീവികൾ അല്ലേ. ഇനം തന്നിട്ടുണ്ട്. നമ്മളവിടെ പേരെഴുതണം. ഏതൊക്കെയാ? കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, 8 കാലുള്ളവ, ഒത്തിരി കാലുകളുള്ളവ. ഇതിൽ ചോദിക്കാത്തതൊന്നുണ്ട് അല്ലേ. 2 കാലുള്ളവ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. അപ്പം നമുക്ക് എഴുതാം. കാലില്ലാത്തവ ഏതാണ്? പാമ്പും ചേരയും എഴുതാം. ഇനി 4 കാലുള്ളവയോ?
പശു, ആട്, പൂച്ച, ആന, നായ അല്ലേ, ഒരുപാടുണ്ട്. ഇനി 6 കാലുള്ളവ തുമ്പി, ഉറുമ്പ് പോലുള്ളവ. 8 കാലുള്ളവയോ എട്ടുകാലി. ഒത്തിരി കാലുകളുള്ളവ തേരട്ട, പുഴു, പഴുതാര തുടങ്ങിയവ. ഇനി നമുക്ക് അവസാനം എന്താണ്? പാടി രസിക്കാം. കുഞ്ഞറകൾക്കുള്ളിൽ 100 കുഞ്ഞറകൾ മണ്ണിലുണ്ടേ, കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരി വരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. വരി വരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ. അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ. മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ. അപ്പം മക്കളെ, ഉറുമ്പിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല രസകരമായ ഒരു പാട്ടാണല്ലേ. ഒരുപാട് കുഞ്ഞൻ ഉറുമ്പുകൾ എന്താണ് അരി തേടി പോവുകയാണ്. എങ്ങനെയാ കുഞ്ഞുറുമ്പുകൾ പോവുക? വരി വരിയായിട്ടാണല്ലേ പോവുക. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഭക്ഷണം തേടിപ്പോയി, അതുപോലെ തന്നെ അരിമണികളൊക്കെ ആയിട്ട് തിരിച്ച് വരി വരിയായിട്ട് കുഞ്ഞറകൾക്കുള്ളിലേക്ക് വരൂലേ. മണ്ണിനുള്ളിലാണ് ഉറുമ്പുകളുടെ താവളം. ഇനി നമുക്ക് തുമ്പികളെ കുറിച്ചിട്ട് 2-3 പോയിൻറ്റ്സ് നോക്കാം. തുമ്പികളുടെ പ്രത്യേകതകൾ നോക്കാം. തുമ്പിക്ക് പറക്കാൻ കഴിയും. തുമ്പി തേൻ കുടിക്കും. തുമ്പി ഒരു ഷഡ്പദമാണ്. ഷഡ്പദം എന്ന് പറഞ്ഞാൽ തുമ്പിക്ക് 6 കാലുകളാണ് ഉള്ളത്. ഇനിയോ തുമ്പിയുടെ ചിറക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നേർത്ത ഗ്ലാസ് പോലെയാണല്ലേ, നേർത്ത ചിറകാണ്. അതുപോലെ മക്കൾ കൂടുതൽ പ്രത്യേകതകൾ കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പം നമുക്ക് ഈ ഒരു പാഠഭാഗം ഇത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിൻ്റെ പേര് സ്റ്റഡി ടൈം എന്നാണ്. അപ്പോൾ മക്കൾ തീർച്ചയായിട്ടും സ്റ്റഡി ടൈം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.